വാറ് കൊടുമ്പിരിക്കൊള്ളുകയാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ. ഉറപ്പായിട്ടും ഏകദേശം 1 കോടിയോളം അവിടെ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന ഇന്ത്യക്കാരെ പോലും ബാധിക്കുകയാണ് ഗ്ലോബലായിട്ട്. ചെറിയ രീതിയിലല്ല, അത് ഗ്ലോബലായിട്ട് ബാധിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അത് ഗ്ലോബലായിട്ട് ഇതൊക്കെ ബാധിക്കുകയാണ്. ഉറപ്പായിട്ടും അവിടെ ജോലി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള അവരുടെ ഫാമിലിക്കും, അതേപോലെ ഇന്ത്യയിലൊക്കെ വരുന്ന റെമിറ്റൻസ്, ഇന്ത്യയിലെ ഓയിൽ ഫീൽഡ്, എനർജി, ഇതിനെയൊക്കെ സാരമായ രീതിയിൽ ബാധിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മൾക്ക് ഒരു വാർ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, വാർ എവിടം വരെ പോകും, എന്തായിരിക്കും അതിൻ്റെ അനന്തര ഫലങ്ങൾ, ഇപ്പം എവിടെ പോയി അത് നിൽക്കും, എങ്ങനെയായിരിക്കും ഇത് ഫർദർ മുന്നോട്ട് പോകുന്നത്, അതിനെയെല്ലാം കടത്തി വെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. ഇറാനും പ്രതീക്ഷിച്ചില്ല അവരുടെ റെജീമിൻ്റെ, അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ നേതാക്കളെ ഓരോരുത്തരായിട്ട് തട്ടിക്കളയുന്നു. കാരണം ഇവരെല്ലാം ഹൈ സെക്യൂരിറ്റി സോണിൽ ജീവിക്കുന്നവരാണ്. വളരെ ചെറുതായിട്ട് മാത്രമേ ഇവർ പബ്ലിക്കിന് മുമ്പിൽ വരാറുള്ളൂ. അപ്പോൾ അവർ ഓരോന്നായിട്ട് തട്ടിപ്പോകും. എന്ത് ഇറാന് പ്രതിരോധിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഒഫൻസീവും ഡിഫെൻസീവിലോട്ടും പോകാൻ സാധിക്കും, അതിൻ്റെ മാക്സിമമാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും ഇറാൻ്റെ ഓയിൽ സെക്ടർ. കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ലൈഫ് ലൈൻ, അതായത് അവർ ആഹാരം കഴിച്ച് പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഓയിലും ഗ്യാസുമാണ്. ഏകദേശം ഇന്ത്യയുമായി ബന്ധപ്പെട്ട 45% ഇന്ത്യയുടെ ഓയിലാണെങ്കിലും ഗ്യാസും വരുന്നത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം ഈ വാർ തുടങ്ങി പ്രത്യേകിച്ച് കുറച്ച് ദിവസം കഴിയുന്നു, ഹോർമുസ് അടയ്ക്കുന്നു. അതോടുകൂടി ഒരു എക്കണോമിക് ബ്ലോക്കേജ് ഉണ്ടാകുന്നു. വീണ്ടും വാർ കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ഇറാൻ അമേരിക്കൻ ബേസുകളെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. ഈ ബേസിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റും ഇറാൻ്റെ ടെറൈനിൽ അറ്റാക്ക് ചെയ്യുന്നില്ല. പക്ഷെ അത് മാറിയിട്ട് ജോർദാനും അത് സൈപ്രസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ അവിടെ പോയി ബോംബ് ചെയ്യുന്നത്. കാരണം ഈ രാജ്യങ്ങളെ സെക്യൂർഡായിട്ട് നിർത്തുക എന്ന് തന്നെയായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം. കാരണം ഈ രാജ്യങ്ങളിൽ നിന്നും അവരുടെ ബേസിൽ നിന്ന് ഫ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഇറാന് പ്രത്യേകിച്ച് ഡയറക്റ്റ് അറ്റാക്ക് കൊടുക്കാൻ, അതായത് കാരണം അവരുടെ ടെറൈൻ യൂസ് ചെയ്യുന്ന, അവരുടെ സോയിൽ അവരുടെ മണ്ണിൽ നിന്നും വരുന്നു. അത് മാറ്റാൻ വേണ്ടിയാണ് അമേരിക്ക ആ രാജ്യങ്ങളിൽ നിന്നും മാറിയിട്ട് ഉറപ്പായിട്ട് ജോർദാൻ ഉപയോഗിച്ചു. ഈ പറയുന്ന ഇറാൻ്റെ അടുത്ത് കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റി. അപ്പോൾ ആ വെപ്പൺസും സംഭവങ്ങളെല്ലാം മറ്റൊരു രാജ്യത്തിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുഴുവനും. പക്ഷെ എന്തുകൊണ്ടാണ് ഇറാൻ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നത്? അതിൻ്റെ കാരണം ഈ രാജ്യങ്ങൾ പ്രഷറൈസ് ചെയ്യുവാണെങ്കിൽ അമേരിക്കയോട് പറയുകയും അമേരിക്ക അത് ഇസ്രായേലിനോട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വാർ ഇറാൻ നിർത്താൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇസ്രായേൽ നിർത്തുകയാണെങ്കിൽ ഇറാൻ അതേപോലെ റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അവരുടെ ലൈഫ് ലൈനായിട്ടുള്ള ഈ പറയുന്ന അവരുടെ ഓയിൽ ബ്ലോക്കുകളും അവരുടെ അതേപോലെ തന്നെ ഗ്യാസ്, അത് മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഇറാൻ്റെ ഗ്യാസിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് ഈ ഖത്തറുമായിട്ട് വളരെ നീണ്ടു കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്യാസിൻ്റെ ഹബ്ബാണ് ഖത്തർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഖത്തർ ഗ്യാസ് റിച്ച് നേഷനാണ്. ഏറ്റവും കൂടുതൽ പണമുള്ള അറേബ്യൻ രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റയുള്ള രാജ്യമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവരുടെ ഈ ഇറാൻ്റെ ഗ്യാസ് ഹബിനെ അറ്റാക്ക് ചെയ്തപ്പോൾ, അതേപോലെ തന്നെ അവരുടെ കാർഗിലുള്ള അവരുടെ 90% ഗ്യാസ്, അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്ന ആ സോണിനെ അറ്റാക്ക് ചെയ്തപ്പോൾ എങ്ങനെയാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്? അതാണ് ഈ എസ്കലേഷൻ ഇത്ര പെട്ടെന്നുണ്ടായത്. അതിനാണ് സൗദി അറേബ്യയിലെ അരാംകോ, അതേപോലെ തന്നെ അവരുടെ ഓയിലെ ഗ്യാസ് ഫീൽഡ്, ഖത്തറിൻ്റെ ഗ്യാസിൻ്റെ ഫീൽഡൊക്കെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പം ഈ അറ്റാക്കോട് കൂടിയാണ് ബേസിക്കലി ഇത് എസ്കലേറ്റ് ഫർദറായിട്ട് ചെയ്യുന്നത്.
ഇതിനകത്ത് ഇറാൻ കാണിച്ച ഒരു സംഭവമുണ്ട്. ഈ ഹോർമുസ് തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ ഗ്യാസ് ആണെങ്കിലും ക്രൂഡാണെങ്കിലും ഗ്ലോബലായിട്ട് സാങ്ഷൻ ഉണ്ട്. ഈ ചൈന മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ അവരത് ഏറ്റവും കൂടുതൽ മുതലെടുത്തു. കാരണം അത് തടയുകയും ചെയ്തു. ഇറാനിൽ ഇഷ്ടം പോലെ ഷാഡോ ഷിപ്പുകൾ വരുന്നുണ്ട്. അവരിത് കയറ്റി. കാരണം ഗ്ലോബലായിട്ട് ഇതിന് ഡിമാൻഡ് കൂടി. അവരിത് വിൽക്കാനും തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ഈ പറയുന്ന ഇറാൻ്റെ ഗ്യാസ് ബ്ലോക്കിലും, അതായത് ഓയിൽ ബ്ലോക്കിലും ഗ്യാസ് ബ്ലോക്കിലും അതേപോലെ അവരുടെ റിഫൈനറിലും കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ടെക്നോളജി ഉണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്. അപ്പോൾ അവർക്ക് ഈ സാധനം പെട്ടെന്ന് റിപ്പയർ ചെയ്ത് പഴയ രീതിയിലാക്കിയെടുക്കാൻ അവരെ കൊണ്ട് വലിയ സമയമൊന്നും എടുക്കത്തില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ സാധനം അത് റിട്രൈവ് ചെയ്ത് റിപ്പയർ ചെയ്ത് എടുക്കാൻ അവരെ കൊണ്ട് ഇത് പറ്റത്തില്ല. ഒന്നാമത് അവരുടെ ടെക്നോളജി ഇല്ല. ഈ പറയുന്ന സാങ്ഷനുമായി ബന്ധപ്പെട്ട് ആരും അവരെ സഹായിക്കാനുമില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്. അതായത് ഇറാൻ്റെ ലൈഫ് ലൈനെ മുഴുവൻ ഇത് ബാധിച്ചു. അതേപോലെ ഡീസാലിനേഷൻ, അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ ഈ പറയുന്ന കുടിവെള്ളം എന്ന് പറയുന്നത് ഈ കടൽ വെള്ളം ഡീസാലിനേഷൻ, അതായത് ഈ ഖത്തറിൻ്റെയും മറ്റുള്ള ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ഖത്തറിൻ്റെ ഓൾറെഡി അവരുടെ ഗവൺമെൻറ് വ്യക്താവ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ സംഭവങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചേക്കുകയാണ്. അപ്പോൾ ഈ ഡീസാലിനേഷൻ നടന്നില്ല എങ്കിൽ ഈ പറയുന്ന കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നാമത് കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യക്കാർ ഏകദേശം 1 കോടിയോളമുണ്ട്. വലിയ എക്കണോമി നടക്കുന്ന സംഭവമാണ് അത്. അതേപോലെ ട്രാവലാണെങ്കിലും ടൂറിസം ആണെങ്കിലും ദുബായ് വലിയൊരു ഹബ്ബാണ്. ഇതിനെ സാരമായിട്ടും ബാധിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. അതായത് ഞാനീ പറയുന്ന 20 ദിവസമേ ആയിട്ടുള്ളൂ ഈ വാർ തുടങ്ങിയിട്ട്. ഈ രാജ്യങ്ങളൊന്നും ഇത്രമാത്രം ഇറാനിയൻ മിസൈലും ഡ്രോണും മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ ഹബ്ബുകളിൽ, അതായത് ഈ മിഡിൽ ഈസ്റ്റിലെ എക്കണോമിക് ഹബ്ബ്, അതായത് വേറെ ഒന്നും അവിടെ ഇല്ല, ഓയിലും ഗ്യാസും മാത്രമേ ഉള്ളൂ, അതിനെ അറ്റാക്ക് ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല. ദുബായ് ആണെങ്കിൽ ഇതൊന്നുമല്ല. അവർ വ്യത്യസ്തമായ രീതിയിൽ ട്രാവലും ടൂറിസവും കൊമേഴ്സും മറ്റുള്ള സംഭവങ്ങളും ബിസിനസ്സാണ് ദുബായിയുടെ പ്രത്യേകത. പക്ഷെ അതിനെ ഹിറ്റ് ചെയ്തു. കാരണം എയർപോർട്ടിലെ ഓപ്പറേഷൻ പഴയ രീതിയിൽ പൂർണ്ണമായിട്ടും അതുണ്ടാക്കാൻ സമയമെടുക്കും. പക്ഷെ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഓയിലിന് ശക്തമായ വിലയുണ്ടാകും. ഇതെല്ലാം ഇന്ത്യയും ബാധിക്കുക. ചുമ്മാ അത് പറയുന്നതാണ് മന്ത്രിമാർ. കാരണം ഈ 40-45% അവിടുന്ന് ഈ വരുന്നതിൻ്റെ ആ പോക്ക് അത് കുറഞ്ഞു കഴിയുമ്പോൾ അത് പെട്ടെന്ന് റീസൈക്കിൾ ചെയ്തിട്ട് ഈ റഷ്യയിൽ നിന്നും, ഇപ്പോൾ ആരോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ടു, ഈ റഷ്യയിൽ നിന്നും പോയ ഓയിലിൻ്റെ ടാങ്കർ അത് ചൈനയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലോട്ട് വിട്ടു. അത് മോദിയുടെ കഴിവല്ല ഈ സംഭവം. കാരണം നേരത്തെ റഷ്യയിൽ നിന്നും ചൈനയ്ക്ക് ഓയിൽ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇന്നും. അപ്പം ഈ പറയുന്ന ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ ഓർഡർ ചെയ്ത്, കാരണം ആവശ്യമുണ്ട്, ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. കാരണം ഗൾഫിൻ്റെ സാധനം വരുന്നില്ല, ഹോർമസ് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ വരാതിരിക്കുമ്പോൾ ഈ പറയുന്ന കോൺട്രാക്ടേഴ്സിന് പെട്ടെന്ന് ഈ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിന്നും മാർക്കറ്റിൽ നിന്നും വീണ്ടും ചിലപ്പോൾ $5-10 അധികം കൊടുക്കേണ്ടി വരും. കാരണം ഇന്ത്യയിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്ടേഴ്സ് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവർ മീഡിയേറ്റേഴ്സ് പണമുണ്ടാക്കും. അല്ലാതെ ഇവിടെ മോദിയുടെ കഴിവ് ചുമ്മാ അടിച്ചു വിടുന്ന ഓരോ കള്ളത്തരവും കപടതയാണ്. കാരണം ആ ഒരു സന്ദർഭത്തിൽ വാറെന്ന് പറയുന്നത് പണമുണ്ടാക്കാവുന്ന ഒരു മെഷീനാണ്. ആദ്യം മനസ്സിലാക്കുക. പീസ് ടൈമിനേക്കാളും പണമുണ്ടാക്കുന്നൊരു പ്രത്യേക രാജ്യങ്ങളും പ്രത്യേക കൺട്രി, പ്രത്യേക ഇതിൻ്റെ വാർ മർച്ചൻസ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. വാറുമായി ബന്ധപ്പെട്ട് എന്തിനൊക്കെയാണ് ആവശ്യം ആ സമയത്ത് അതിനനുസരിച്ച് ഡിമാൻഡ് കൂട്ടി പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു വലിയ എക്കോണമിയാണ് ഗ്ലോബലായിട്ട്. അതിൻ്റെ വെപ്പൺസ് ആണെങ്കിലും ഈ ഒന്നുമല്ലാതിരുന്ന ഉക്രൈനിൽ നിന്ന് വരെ സാധനങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അതാ പറഞ്ഞ വാറെന്ന് പറയുന്ന ഒരു എക്കോണമിയാണ്, അത് വേറെ എക്കോണമിയാണ്. അപ്പം അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. കാരണം എവിടുന്നെങ്കിലും ഈ ഓയിലിന് ഇന്ത്യയുടെ എനർജി നീഡ്സിന് വേണ്ടി എത്രയും പണം മുടക്കി അത് കൊണ്ടുവരും. അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. അതിനകത്ത് ഡിപ്ലോമസിയൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ പരിമിതിയുണ്ട്. കാരണം ഇറാനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ഇത് മൂവ്മെൻറ്റ് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വാറിന് അവർ ഈ ഹോർമസ് അടച്ചിട്ടുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല.
കാരണം അത് ഫർദർ എസ്കലേറ്റ് ചെയ്യാനും ഓയിൽ എന്ന് പറയുന്നത് $200 പെർ ബാരലിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്ലോബൽ പ്രഷറായിട്ട് വരും. ഇപ്പോൾ തന്നെ 114 അപ്പം ഈ 114 വന്നു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഗ്ലോബലായിട്ട് എക്കോണമി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഷാർപ്പായിട്ടൊക്കെ ഡിക്ലൈൻ ചെയ്യും. ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വളരെ മോശമായി. യൂറോപ്പിൽ ഭയങ്കരമായിട്ട് സർജ് ചെയ്തു. എന്നാൽ യൂറോപ്പിനെ ഒന്നും ഡയറക്റ്റായിട്ട് ഈ വാർ ബാധിക്കുന്നുമില്ല. കാരണം അവർക്ക് അവരുടെ രീതിയിലുള്ള സംഭവങ്ങൾ അമേരിക്കയിൽ നിന്നും ഈ റഷ്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. പക്ഷെ ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറി, ഗ്ലോബൽ ടോപ്പിക്കായിട്ട് മാറി. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് റഷ്യ ഉക്രൈൻ വാർ ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്ന പോലും ഇല്ല. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റാണ്. കാരണം ബൂമിങ് എക്കോണമിയാണ് മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് എനർജി ഇഷ്യൂവിൽ. ഇനി ഇതിനകത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം, അമേരിക്ക ഇതിനകത്ത് പുറകോട്ട് പോകത്തില്ല. കാരണം അവർക്കിതൊരു ചലഞ്ചിങ് ഇഷ്യൂ ആണ്. ഇനി മറ്റൊരു സംഭവം, ഇറാൻ്റെ റിജീമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം പറയാൻ, ഇറാനിൽ കുടിവെള്ളമില്ല, ആഹാരമില്ല, മെഡിസിൻ ഇല്ല. അതായത് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു, അവരുടെ ഹോസ്പിറ്റലൊന്നും ചലിക്കുന്നില്ല, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ഡൊമസ്റ്റിക് ആവശ്യത്തിനുള്ള വെള്ളം, അതേപോലെ എണ്ണ, അതേപോലെ ഗ്യാസ്, ഇതിന് ഷോർട്ടേജായി. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്ത്യ ഉൾപ്പെടെ, റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും നമ്മളിവിടെ മെഡിസിൻ അയച്ചു കൊടുത്തത്. അപ്പം അതാണ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോളിസിയുടെ ഭാഗം. ഇറാൻ ആവശ്യപ്പെടും ഞങ്ങൾക്ക് മെഡിസിൻ തരണം, ഇത്ര ഷിപ്മെൻറ്റ് ഓയിൽ, അല്ലെ 2 ഷിപ്മെൻറ്റ് ഞങ്ങൾ അങ്ങോട്ട് വിടാം, ഹോർമസിലോട്ട് വിടാം. അല്ലാതെ ഡിപ്ലോമസി അല്ല, ഇവിടെ ഒന്നും ഡിപ്ലോമസി വർക്ക് ചെയ്തൊന്നുമില്ല. കാരണം ഇത് വല്ലാത്ത എഡ്ജി നിൽക്കുകയാണ്. കാരണം ഒരു രാജ്യം തകരാൻ പോകുന്നു, മറ്റുള്ള രാജ്യങ്ങൾ തകരാൻ പോകുന്നു. കാരണം ബോംബ് വീണുകൊണ്ടിരിക്കുന്നു. ഇവിടെ മോദിയുടെ സംഭവമൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അവരവരുടെ ഡിമാൻഡ് ചോദിക്കും, അത് അംഗീകരിച്ചു കൊടുത്ത് തിരിച്ചങ്ങ് ഒരു ഷിപ്പ് വിടും, അല്ലെ 2 ഷിപ്പ്. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഡിപ്ലോമാറ്റിക് വിക്ടറി ഒന്നുമല്ല. കാരണം വാറെന്ന് പറഞ്ഞ് വലിയൊരു ക്രൂഷ്യൽ പോയിന്റിലോട്ട് പോവുകയാണ്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതാണ് ഏറ്റവും പ്രത്യേകം. കാരണം ഇസ്രായേൽ വൈഡായിട്ടാണ് ഈ വാറ് സ്പ്രെഡ് ചെയ്ത് എസ്കലേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ അറ്റാക്ക് കൂടുന്തോറും ഇറാന് പ്രതികരിക്കാൻ പറ്റുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ എങ്ങനെങ്കിലും ബോംബിടുക, അവരെ കൊണ്ട് പ്രഷറൈസ് ചെയ്യുക. അതാണ് അവരോട് ബോംബിട്ട് ഈ പറയുന്ന റിഫൈനറി ആണെങ്കിലും ഓയിൽ ഫീൽഡ് ആണെങ്കിലും ഗ്യാസ് ഹബ്ബുകളിലൊക്കെ ഓയിൽ ഈ പറയുന്ന ബോംബിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് അതിന് എത്രമാത്രം ഇത് എതിർക്കാൻ പറ്റും ഈ രാജ്യങ്ങൾ. കാരണം ഇവരും കൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സൗദി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് റെസിസ്റ്റ് ചെയ്യാനും തിരിച്ചറ്റാക്ക് ചെയ്യാനുമുള്ള അവരുടേതായിട്ട് സോവറൈൻ ഉണ്ട്, അത് അവർക്ക് പരമാധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഖത്തറും അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം GCC രാജ്യങ്ങളുടെ മീറ്റിംഗ് സൗദിയിൽ വെച്ചുണ്ടായിരുന്നു. ഇവരും കൂടെ ഇറങ്ങുവാണെങ്കിൽ ഇതിന് മറ്റൊരു പിച്ചിലോട്ടങ്ങ് പോകും. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഈ പറഞ്ഞ് നേരത്തെ ഇസ്രായേൽ ഈ ഖത്തറിൽ ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു അറിഞ്ഞില്ല. അതേപോലെ ഇപ്രാവശ്യം ട്രംപ് പറഞ്ഞിട്ട് അയാൾ അറിഞ്ഞില്ല ഈ പറയുന്ന ഇറാനിയൻ ഗ്യാസ് ഫീൽഡിൽ ബോംബ് ചെയ്യുന്നത്. ഇറാനിയൻ ഗ്യാസ് ഫീൽഡിലും അവരുടെ റിഫൈനറിലും ബോംബ് ചെയ്തതാണ്, ലൈഫ് ലൈനിൽ ബോംബ് ചെയ്തതാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ ഇത്രമാത്രം പെട്ടെന്ന് ഇറാൻ ഈ ഷോർട്ട് റേഞ്ച് മിസൈൽ ഉപയോഗിച്ച് ഹിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇതിൻ്റെ യഥാർത്ഥ ഡാമേജ് സംഭവം കൂടെ കടക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അതായത് കൃത്യമായിട്ട് പറയാം, വെസ്റ്റ് ഏഷ്യ കത്തുകയാണ്. വാർ ഇത്രമാത്രം ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല ഇതിനൊരു ഫർദർ മുഖം ഉണ്ടാകുമെന്ന്. കാരണം ഇറാൻ ഏതെങ്കിലും രീതിയിൽ മരണവെപ്രാളത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഗതിവിഗതികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ഇത് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നതിനെപ്പറ്റി പറയാൻ ചിലപ്പോൾ 1-2 ദിവസം കൂടി വേണ്ടി വരും. കാരണം ഫർദർ വാർ നീണ്ടു നിൽക്കുമോ? കാരണം അമേരിക്കൻ വൈറ്റ് ഹൗസിലാണെങ്കിൽ പ്രത്യേക മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക എന്തൊക്കെയാണ് നഷ്ടം, എങ്ങനെയാണ് ഇത് പോകുന്നത്, ഫർദർ ഇത് എങ്ങനെ എസ്കലേറ്റ് ചെയ്യും, ഇതിനൊരു വിരാമം വിടാൻ സാധിക്കുമോ, അതോ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ ഇത് ഏൽപ്പിക്കുമോ? ഇതിനെപ്പറ്റിയുള്ള കാരണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പറയാം. അതിനേക്കാൾ ഉപരിയായിട്ട് ഇറാൻ്റെ റിജീമിന് എന്തൊക്കെയാണ് കാര്യമായിട്ട് നഷ്ടം ഉണ്ടാക്കിയത് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം.